ഹലോ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ABC ജ്യൂസിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആക്ച്വലി ABC ജ്യൂസിൽ ആപ്പിൾ ഇല്ല. അത് ആക്ച്വലി എൻ്റെ കയ്യിൽ അന്നേരം ഇല്ലായിരുന്നു. പിന്നെ ഞാനതൊട്ട് പറയാനും വിട്ടുപോയി. ഷോർട്സ് എടുത്തപ്പോൾ ഓവർ വോയിസ് കൊടുത്തപ്പം ഇല്ല, ആപ്പിളാണ് എന്ന് പറയാനും ഞാൻ വിട്ടുപോയി. സോ അതങ്ങനെ. പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഹെൽത്തിനൊട്ടും ശരിയല്ല, നല്ലതല്ല, കിഡ്നി സ്റ്റോൺ വരും. ശരിയാണ്, പക്ഷെ അത് നമ്മൾ അതിൻ്റെ അളവല്ലാതെ നമ്മൾ ഓവറായിട്ട് ഇൻടേക്ക് ചെയ്താലാണ് ആ പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി എടുത്ത് 2-3 ക്യൂബ്സ് എടുത്തിട്ട് അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുടിക്കുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് എമൗണ്ട് അന്നേരം ചെല്ലുന്നില്ല. ഇപ്പം ഡയറക്റ്റ് ഒരു ബീട്രൂട്ട് ഫുള്ളും അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. പിന്നെ നേരത്തെ ഓൾറെഡി ഇഷ്യൂ ഉള്ളവർക്കാണെങ്കിൽ മേ ബി അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞേക്കുന്നത് ചെറിയ ചെറിയ ക്യൂബ്സ് ആണ്. അത് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഡെയിലി 1, 2, 3, 4 ക്യൂബ്സ് എടുത്തിട്ട് അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പം അത് ഡൈല്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും വലിയ ഹെൽത്ത് ഇഷ്യൂ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിരുന്നു. കാരണം റോങ് ഇൻഫർമേഷൻ പാസ് ചെയ്യരുതെന്ന് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ അല്ലെന്നാണ് തോന്നുന്നത്. വലിയ എമൗണ്ടിൽ നമ്മൾ ഒരുമിച്ചെടുത്ത് കുടിക്കുമ്പോഴാണ് അങ്ങനെ ഇഷ്യൂ വരുന്നത്. ഇതിപ്പം ചെറിയ ചെറിയ ക്യൂബ്സ് നമ്മൾ ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്ത് എക്സ്ട്രാ വെള്ളവും കൂടെ ചെല്ലുന്നുണ്ട്. അന്നേരം അതങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇത്ര ഐറ്റംസ് ആണ് നമുക്കിന്ന് പാക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു ബാഗിലാണ് ഞാൻ ഈ 2 ബാഗിലായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത്രയും സാധനങ്ങളുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പം നമുക്ക് പാക്കിങ്. നമ്മൾ ഫസ്റ്റ് എന്താ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം 2 ഡ്രസ്സ് എനിക്ക് കൊണ്ടുപോകണം. ഒന്ന് ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നതും പിന്നെ ഒന്ന് നമുക്ക് റൂമിൽ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സസും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ പാക്ക് ചെയ്യും. അതായത് ഇങ്ങനത്തെ കുറേ ബാഗ്സ് ഉണ്ട്. ഇതിനകത്തുനിന്ന് എല്ലാം ഒന്നും ഞാൻ എടുക്കില്ല കേട്ടോ. ഈ ഒരു ബാഗിനകത്ത് ഞാൻ അവിടെ റൂമിൽ ഇടാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഇന്നേഴ്സ് ഇതൊക്കെ സെപ്പറേറ്റ് മാറ്റി ഇങ്ങനൊരു ബാഗിൽ വെക്കും. അപ്പം എനിക്ക് ഷൂട്ടിന് കൊണ്ടുപോകാനുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ അപ്പം തന്നെ സെപ്പറേറ്റ് ആക്കി വെക്കാം. ഈ ഒരു ബാഗ് മാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ ഇടാനുള്ളതെല്ലാം ഒരു സൈഡിലായിട്ട് മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്കുള്ളത് പാക്ക് ചെയ്യാം. ഇത്രയും ഐറ്റംസ് ആണ് പാക്ക് ചെയ്യാനുള്ളത്. ഓൾറെഡി എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാഗിലേക്ക് ആക്കിയാൽ മതി. ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ്. പിന്നെ ചിലപ്പം ഇത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ബാഗും കൂടെ ഞാൻ എടുക്കും. മോസ്റ്റ്ലി ഈ ഒരു ബാഗിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ബാക്കി ഇത്രയും ആ ഒരു ബാഗിൽ കയറുമെന്ന് ആക്ച്വലി പാക്ക് ചെയ്തപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്ത് തുടങ്ങാം. പാക്കിങ് അല്ല, ജസ്റ്റ് ഓർഗനൈസ് ചെയ്താൽ മതി. ആദ്യം നമ്മളിപ്പം ഷൂട്ടിന് അവർ വിളിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഡേറ്റ്സ് തരാൻ വിളിക്കുമ്പോൾ ഏകദേശം നമുക്ക് വേണ്ടുന്ന കോസ്റ്റ്യൂമിൻ്റെ ഒരു കൗണ്ട് അവർ പറയും. ലൈക്ക് ഇപ്പം ഓരോ ലൊക്കേഷനിൽ ഇപ്പം വീടാണെങ്കിൽ വീട്ടിൽ നമുക്ക് എത്ര കോസ്റ്റ്യൂം വരും, വീട്ടിൽ നൈറ്റ് സീൻ ഉണ്ടെങ്കിൽ അതിലെത്ര കോസ്റ്റ്യൂം വരും, അല്ലെങ്കിൽ ഓഫീസ് ആണെങ്കിൽ അത്, ഔട്ട്ഡോർ പോവുകയാണെങ്കിൽ അത്, അങ്ങനെ ഓരോ സ്ഥലത്ത് നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ്യൂം വരും എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്ക് കിട്ടും. അതനുസരിച്ചേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ചില ടൈമിൽ ചിലപ്പോൾ ഔട്ട്ഡോർ ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ വീട്ടിലെ സീൻ. ഇപ്പം കഴിഞ്ഞ ഷെഡ്യൂളൊക്കെ എനിക്ക് വീട്ടിലെ സീൻ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വെറുതെ കോസ്റ്റ്യൂം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഭാരം എടുത്തുകൊണ്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് നമുക്കത് യൂസ് ആവത്തില്ല. അതുകൊണ്ട് ഓരോ ലൊക്കേഷനിലെയും എത്ര കോസ്റ്റ്യൂം വേണോ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പം ഇപ്രാവശ്യം എനിക്ക് വീടുണ്ട്,
ഓഫീസുണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. ഈ 3 ലൊക്കേഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീട്ടിൽ എത്ര കോസ്റ്റ്യൂം വേണമെന്നും ഓഫീസിൽ എത്ര എണ്ണം ഉണ്ടെന്നും ഔട്ട്ഡോർ എത്ര എണ്ണം ഉണ്ടെന്നും ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതനുസരിച്ചാണ് ഞാൻ ഇത് ഫുൾ എനിക്ക് ലൊക്കേഷനിൽ കൊണ്ടുപോകാനുള്ള കോസ്റ്റ്യൂമാണ്. അതായത് ഔട്ട്ഡോറിൻ്റെയും വീടിൻ്റെ ഇതിൽ വെച്ചിട്ടില്ല, ഔട്ട്ഡോറിൻ്റെയും ഓഫീസിലെയും മാത്രം കോസ്റ്റ്യൂംസ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമാണ്. നേരെ റൂമിൽ, ഇപ്പം ട്രിവാൻഡ്രത്ത് റൂമിൽ എത്തിയിട്ട് ഡയറക്റ്റ് ഈ ബാഗ് മാത്രം എടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ ഐ മീൻ എൻ്റെ റൂമിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഷൂട്ടിന് ലൊക്കേഷനിൽ കൊണ്ടുപോകാനുള്ളത് മാത്രം എനിക്ക് ഇങ്ങനെ ഒരു ബാഗിൽ ഇത് മാത്രം എടുത്ത് വെച്ചാൽ മതി. സോ ദിസ് ബാഗ് ഈസ് വെരി യൂസ്ഫുൾ. അപ്പം നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗ് എടുത്തു. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ അങ്ങ് വെക്കുകയാണ്. ജീൻസാണ്, അതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് വെക്കുകയാണ്. ആക്ച്വലി എല്ലാം കൂടെ ഈ ഒരു ബാഗിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ബാഗ് കൂടെ എടുക്കേണ്ടി വരും. സോ അതനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്യാം. വീട്ടിലിടാനുള്ള കോസ്റ്റ്യൂം, വീട് മീൻസ് ലൊക്കേഷനിലെ വീട്, ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ഒരു ദിവസം എൻ്റെ വീടുണ്ട്. അപ്പം വീട്ടിലെ കോസ്റ്റ്യൂംസ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനൊരു ബാഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് ഇതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അടുത്ത് പറഞ്ഞ കോസ്റ്റ്യൂം ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ഒരു പാക്ക്, ഇതെപ്പോഴും എൻ്റെ കയ്യിൽ വേറൊന്നുമല്ല. ഇപ്പോൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു പാർട്ടി വെയർ കോസ്റ്റ്യൂം റെഡി ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഈവൻ ഇഫ് ലൊക്കേഷനിൽ തന്നെ ചില ടൈമിൽ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി വെയർ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് 2-3 ദിവസം ഉള്ളപ്പം നമുക്ക് പെട്ടെന്ന് പോസിബിൾ ആയി എന്ന് വരത്തില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോസ്റ്റ്യൂമും ഇതാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊരു പാർട്ടി വെയർ ആണ് ആക്ച്വലി. ഒരു കോസ്റ്റ്യൂം, അതിൻ്റെ യൂസ് ചെയ്യാനുള്ള ഓർണമെന്റ്സ്, അതിൻ്റെ ചെരുപ്പ്, ഇത്രയും സാധനങ്ങൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് എപ്പോഴും കയ്യിൽ എൻ്റെ വെച്ചേക്കും. സോ അങ്ങനെ ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഡ്രസ്സാണിത് കേട്ടോ. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. ലൊക്കേഷനിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, മറ്റന്നാളാണ് വരുന്നത്. അപ്പം കോസ്റ്റ്യൂം മറ്റന്നാളിലായിരിക്കും നമ്മൾ ആ ഫംഗ്ഷൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇത് കാണും. അതിൻ്റെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന സീക്വൻസ് വല്ലതും കാണും, റെഡി ആവുന്ന സീക്വൻസ് വല്ലതും കാണും. അങ്ങനെ ഉള്ളപ്പോഴും നമുക്ക് ഈ കോസ്റ്റ്യൂം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പം അതിന് വേണ്ടി സേഫ്റ്റിക്ക് ഞാൻ എപ്പോഴും എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് അതിൻ്റെ ഓർണമെന്റ്സ്, അതിനുള്ള ചെരുപ്പ്, എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ കാഷ്വലായിട്ടൊക്കെ പുറത്ത് പോകുമ്പം ചുമ്മാ ഷൂട്ടിന് വെച്ചേക്കുന്ന ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് വെറുതെ, ഇത് വലിയ ആവശ്യമൊന്നുമില്ല എങ്കിലും ഒരു മനസ്സമാധാനത്തിന് വെറുതെ എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെ അതും സെറ്റായി. ഇനി നമുക്ക് വെക്കേണ്ടത് നമ്മുടെ ബാഗ്, വാച്ച്, മമ്മിയുടെ ഫോട്ടോ, സ്ട്രെയിറ്റ്നർ, കളറ്, ഇതൊക്കെ. ഇത് ആക്ച്വലി ജ്വല്ലറീസ് ആണ്. ഇത് ഞാൻ അധികം എനിക്ക് യൂസ് ഇല്ല ആക്ച്വലി. കാരണം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം കൂടുതലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സീൻസിലും ഈ ഒരു കമ്മലാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മാത്രം എടുക്കുന്ന ഒരു ബോക്സാണിത്. പിന്നെ ഇതിനകത്തുള്ളത് വളരെ ലൈറ്റായിട്ടുള്ള ഇങ്ങനത്തെ വളരെ ലൈറ്റായിട്ടുള്ള 1-2 ജ്വല്ലറീസ്, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റിംഗ് ആണ്, ചെറിയ ഈ ഒരു റിംഗ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് കയ്യിൽ വെച്ചേക്കുന്നതാണ്. എന്തെങ്കിലും ഇപ്പം അമ്പലത്തിൽ പോകുന്ന സീക്വൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, സാരി കയ്യിലില്ല, പക്ഷെ എന്തെങ്കിലും അങ്ങനത്തെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കയ്യിലില്ലെങ്കിൽ പാടായിരിക്കും. പിന്നെ ട്രിവാൻഡ്രത്ത് ഇരിപ്പുണ്ട് കുറച്ച്
റൂമിൽ ഇരിപ്പുണ്ട്. അതല്ലാതെ പെട്ടെന്നൊരു ആവശ്യം വീട്ടിൽ റൂമിലല്ലാത്തൊരു ടൈമിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അങ്ങനെ ഈ ബാഗ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയും ഐറ്റംസ് കൂടി ഉണ്ട്. ഇത് നമുക്ക് എൻ്റെ മറ്റേ ബാഗിൽ ആഡ് ചെയ്യാം. നമ്മുടെ കുട്ടി ബാഗാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടി ബാഗിലേക്ക് ആദ്യം നമുക്ക് നമ്മുടെ മേക്കപ്പ് ബാഗ് വെക്കാം. മേക്കപ്പ് ബാഗിൻ്റെ കോംബോ ആയിട്ട് വരുന്നതാണ് ഈ ടച്ചപ്പ് ബാഗ്. ടച്ചപ്പ് ബാഗിനകത്ത് ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വെറ്റ് ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഷോർട്ടിനിടയ്ക്ക് സ്വെറ്റ് ആകുമ്പോഴത്തേന് വെറ്റ് ക്ലോത്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ആ ബാഗ് ഓർമ്മയില്ലേ, ആ ബാഗ്. പിന്നെ ഇത് ആക്ച്വലി സാനിറ്ററി പാഡ്സ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ബാഗാണ് കേട്ടോ. ഇത് എനിക്ക് മാക്കിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കുറേ ആയി, ഒരുപാട് മുന്നേ മാക്കിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയപ്പോഴത്തേന് അതിൻ്റെ കൂടെ കിട്ടിയതാണിത്. മാക്കിൻ്റെയാണ്, പക്ഷെ ഇത് ഒരു യൂസും ഇല്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. ഇത് 2 അങ്ങാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നമുക്ക് സാനിറ്ററി പാഡ് വെക്കാൻ യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു കുട്ടി ബാഗ്. എൻ്റെ ഷൂസ്, നമ്മുടെ ഇന്നേഴ്സൊക്കെയാണ്. ഇന്നേഴ്സ് ഇതുപോലെ ഒരു ബാഗിലിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയൊരു ബാഗാണ്. ഇതിനകത്ത് സ്കിൻ കെയറിൻ്റെ ഐറ്റംസ് ആണ് കൂടുതലും വെക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ട്രിവാൻഡ്രത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം, പുതുതായിട്ട് നമ്മളെടുത്ത കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാനുള്ള ബാഗാണിത്. പെർഫ്യൂം. പിന്നെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പം ചിലപ്പോൾ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് കാണും, ഇല്ലേ വീട്ടിൽ ഷൂട്ട് കാണും. അന്നേരം ഭയങ്കരമായിട്ടും നമ്മൾ സ്വെറ്റാവും. മേക്കപ്പും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ടും നമ്മൾ സ്വെറ്റായി പോവും. അന്നേരം ഇതില്ല എന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഭയങ്കര ചൂടാണ്, ഭയങ്കര പാടാണ്. ഔട്ട്ഡോർ പോകുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ ഫാനൊന്നും വെക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. അന്നേരം ഇതുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ ബാഗാണ് ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് എടുക്കുന്ന ബാഗാണിത്. അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ ബാഗ് പാക്കിംഗ് കൺഫേം ആയിട്ടുണ്ട്. ഇതെൻ്റെ ചെറിയ പെട്ടി, ഇതെൻ്റെ വലിയ പെട്ടി, ഇതെൻ്റെ ഹാൻഡ് ബാഗ്. അപ്പം ഇത്ര ഐറ്റംസാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഓർമ്മയുള്ള എല്ലാം എടുത്തു വെച്ചു തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഇനി പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. അതർവൈസ് എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. പറഞ്ഞ സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനി പോകുന്നവരെ, അങ്ങ് എത്തുന്നവരെ ഞാൻ എന്തോ എടുക്കാനുണ്ടല്ലോ എന്നൊരു ഫീല് തോന്നും. അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടേ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഷൂട്ടിനുള്ള ബാഗ് അവിടെ ചെന്നിട്ട് ഇനി ഒരു പാക്കിംഗ് ഉണ്ട്. അതുകൂടെ കഴിയുമ്പോഴേ ഞാൻ എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വാട്ട്സ് ഇൻ മൈ ഷൂട്ടിംഗ് ബാഗ് ആയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഷൂട്ടിന് പോകുമ്പം കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം വേറൊന്നുമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.